ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ടൊമാറ്റോ സൂപ്പ് വീട്ടിലെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന 4 ഇടത്തരം സൈസിലുള്ള ടൊമാറ്റോ ആണ്. അതിനെ കുറച്ച് ലോങ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ 2 കപ്പ് വെള്ളം അളന്ന് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്ത് കലങ്ങി പോകണമെന്നില്ല, പക്ഷെ എന്നാലും ഏകദേശം ഒരു വേവായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെ കലങ്ങി വരും, മാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമുക്കതെടുത്ത് ചൂടാറാൻ വയ്ക്കാം. എന്നിട്ട് നമ്മളതിനെ അടിച്ചെടുക്കണം. ചൂടോടെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു മിക്സി ബൗളിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യണം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ്. എന്നിട്ട് നല്ല രീതിയിൽ അത് മാഷ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അരിച്ച് അതിൻ്റെ ആ ഒരു ചണ്ടി കളയുന്ന രീതിയിൽ അരിച്ചെടുക്കുക. നല്ലോണം പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സത്ത് മുഴുവൻ കിട്ടും. അധികം ലെഫ്റ്റ് ഓവേഴ്സൊന്നും ഉണ്ടാവില്ല. കണ്ടോ, ഇത്ര ലെഫ്റ്റ് ഓവേഴ്സ് ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് തന്നെ 2 കപ്പ് കൂടെ അഡീഷണൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒരു നല്ല തിള വരുന്നവരെ നമുക്കതിനെ തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 3 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുത്ത് വരരുത്. പിന്നെ 1 കപ്പ് വെള്ളത്തിൽ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി നല്ലോണം മിക്സ് ചെയ്തത് ഞാൻ പയ്യെ ആ ഒരു തിള വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ സൂപ്പ് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫൈനൽ തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ലേശം ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണത്. പിന്നെ ഉപ്പൊക്കെ നോക്കി, ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്തിരി അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്, എനിക്ക് ഉപ്പ് പോരാന്ന് തോന്നിയത് കാരണം. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് സ്ലൈസ് ഓഫ് ബട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അത് ആ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഓഫ് ചെയ്ത് ആ ചൂടിൽ കിടന്ന് നല്ലോണം വെന്ത് വന്നോളും. ഈ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ നല്ലോണം കുറുകി വരും. പിന്നെ ആവശ്യമുള്ളവർക്ക് ഒരിത്തിരി ഫ്രഷ് ക്രീം വേണമെങ്കിൽ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഇത്തിരി ആഡ് ചെയ്യുന്നുണ്ട്. നോർമലി ഞാൻ ആഡ് ചെയ്യാറില്ല, ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാരണം ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ നല്ലോണം കുറുകി വരും നമ്മുടെ ടൊമാറ്റോ സൂപ്പ്. ഇത് കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് വീട്ടിൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.